അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാത്തരം പാത്രങ്ങളും വളരെ മിതമായ നിരക്കിൽ നൽകുന്നു. വിശ്വസ്തയോടെ വാങ്ങുവാനും ഉമ്മുൽ ഖുവൈനിലെ ഏക സ്ഥാപനം റെഡ് ലേബൽ, മദീന പോലീസ് സ്റ്റേഷന് മുൻവശം. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കഥ ആരംഭിക്കുകയാണ്. പേര് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. എങ്കിലും 50 വയസ്സിന് മേലെയുള്ള എൻ്റെ കൂട്ടുകാരൻ ഇന്നും അവിവാഹിതനായി ജീവിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, സ്വന്തം അമ്മയുടെയും ചേച്ചിമാരുടെയും ജീവിതത്തിന് മോടി പിടിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ വേണ്ടി, അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഏക കൂട്ടുകാരൻ. എന്നോടൊപ്പം UP ഹൈസ്കൂളിൽ ഒരുമിച്ച് പഠിച്ചു. അതിനിടയിൽ അവൻ്റെ മനോവിഷമങ്ങൾ, ചേച്ചിമാർക്ക് 45 35 വയസ്സുള്ളപ്പോൾ ചേച്ചിമാരുടെ കൂട്ടുകാരികളും അവരുടെ അനിയത്തിമാരും വിവാഹം ചെയ്തു പോകുമ്പോൾ അവരെക്കുറിച്ചുള്ള കഥകൾ 3 ചേച്ചിമാരും വീടുതിരിപ്പിനിടയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. കൂട്ടുകാരനെ കാണുമ്പോൾ കഥ വേറെ തരത്തിലേക്ക് അവർ മാറ്റും. കാരണം തൻ്റെ അനിയൻ ഇതൊന്നും അറിയണ്ട, നമ്മുടെ വിഷമങ്ങൾ നമുക്ക് തന്നെ മനസ്സിലൊതുക്കാം എന്നുള്ളൊരു ധാരണയിലായിരുന്നു. പക്ഷേ പ്രായപൂർത്തിയായ അവനറിയാം അവരുടെ വേദന, വിഷമങ്ങൾ. അവൻ ഒരുപാട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, മുസ്ലിം മതങ്ങളിൽ എത്രയോ ആളുകൾ സഹായിക്കുന്നു. അവരുടെ മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കാനായി പള്ളികളും നാട്ടുകാരും സഹായിക്കുന്നു. പക്ഷേ ഒരമ്പലത്തിൽ പോലും ഇങ്ങനെ സഹായിക്കുന്നതായി കേട്ടിട്ടില്ല. എത്രയോ അമ്പലങ്ങളിൽ ഒരുപാട് സ്വർണങ്ങൾ കുമിഞ്ഞുകൂടുന്നു. ഏതെങ്കിലും ഒരു 2-3 പെൺകുട്ടികളെ ആ അമ്പലത്തിൻ്റെ പരിസരത്തുള്ള പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ കഴിയുമെങ്കിൽ എത്രയോ സമാധാനമായിരിക്കും ആ കുടുംബത്തിന്. എന്നെപ്പോലെയുള്ള പാവപ്പെട്ടവരോട് കരുണ കാണിച്ചൂടെ എന്നവൻ്റെ മനസ്സ് ഇടയ്ക്കിടെ പിറുപിറുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ 10ാം ക്ലാസ്സോടുകൂടി പഠിപ്പ് അവസാനിപ്പിച്ചു. ചേച്ചിമാരുടെ തുച്ഛമായ വരുമാനത്തിലൂടെ എന്തെങ്കിലും തനിക്കും ഉണ്ടാക്കണം എന്ന് കരുതി അവനൊരു കുറിക്കമ്പനിയിൽ ചേർന്നു. കുറി ചേർത്താനായി നടന്നുകൊണ്ടിരുന്നു. കിട്ടുന്ന ശമ്പളം സന്തോഷത്തോടു കൂടി അമ്മയുടെ കയ്യിലേൽപ്പിക്കും. അമ്മയും ചേച്ചിമാരും ആദ്യം അവനെ വഴക്ക് പറഞ്ഞെങ്കിലും പിന്നെ അവർ മനസ്സിലാക്കി, സാരമില്ല, നമുക്കും ഇതൊരു കൈത്താങ്ങാകുമല്ലോ എന്ന്. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുകൊണ്ടിരുന്നു. അവൻ ഓട്ടോറിക്ഷ ഡ്രൈവറായി സ്വന്തമായി ഒരു ഓട്ടോറിക്ഷ എടുത്തു. പകൽ മുഴുവൻ കുറിക്കമ്പനിയിൽ ജോലി ചെയ്തും രാത്രിയിൽ അവൻ ഓട്ടോറിക്ഷ എടുത്തു കിട്ടുന്ന വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ അവർ സ്വരൂപിച്ചു വെച്ച പണം അവർക്കൊരു കൊച്ചു വീട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹത്താൽ എടുക്കാൻ തുടങ്ങി. 10 സെൻറ്റിൽ പഴകിയ ആ ഓലമേഞ്ഞ വീട് അവർ പൊളിച്ചു മാറ്റി. പകരം അതിനൊരു നല്ല ടെറസ് പുര ഉണ്ടാക്കാൻ തുടങ്ങി. കുറച്ചു കാലം സന്തോഷത്തോടും സമാധാനത്തോടും കൂടി അമ്മയും മക്കളും ആ വീട്ടിൽ കഴിഞ്ഞുകൂടി. അങ്ങനെ ഒരിക്കൽ അമ്മയ്ക്ക് തീരെ വയ്യാതായി. അവരോട് യാത്ര പറഞ്ഞു. എല്ലാവരും സങ്കടത്തിലായി. അമ്മ
അമ്മയും കൂടെ നഷ്ടപ്പെട്ടപ്പോൾ ആ വീട്ടിൽ വല്ലാത്തൊരു മൂകതയായി. എങ്കിലും പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ മനസ്സുകൊണ്ട് അവൻ സമാധാനിച്ചു, മറ്റുള്ളവരെ സമാധാനിപ്പിച്ചു. ആ ജീവിതം വീണ്ടും സന്തോഷത്തിലൂടെ കടന്നുകൂടാൻ അവർ പരിശ്രമിച്ചു. കഥ വീണ്ടും തുടരുന്നതായിരിക്കും.